മലേഷ്യയിലെ കോലാലംപൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള വിമാനം. ഈ വിമാനത്തിന്റെ എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിച്ച മലയാളി ഇപ്പോൾ നെടുമ്പാശ്ശേരി പോലീസിന്റെ കസ്റ്റഡിയിലാണ്. പാലക്കാട് സ്വദേശി ജംഷീർ അത്താണിക്കൽ എന്ന 36-കാരൻ മിനിഞ്ഞാന്ന് രാത്രി കോലാലംപൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വന്ന വിമാനത്തിലാണ് സംഭവം. രാത്രി 9:30-നും 11-നും വിമാനം പറക്കുന്നതിനിടയിലായിരുന്നു സംഭവം. ഓടി 231 നമ്പർ വിമാനത്തിലെ സീറ്റ് നമ്പർ 12A-യിൽ യാത്ര ചെയ്യുകയായിരുന്നു ജംഷീർ. പെട്ടെന്ന് എഴുന്നേറ്റ് ഇയാൾ എമർജൻസി വിൻഡോ പാനൽ അടിച്ചു തകർത്തു. അതിനുശേഷം വിമാനത്തിന്റെ എമർജൻസി എക്സിറ്റ് ഡോർ ബലമായി തുറക്കാൻ ശ്രമിക്കുന്നു. ഇത് കണ്ട തൊട്ടടുത്തിരുന്ന യാത്രക്കാർ ഭയപ്പെട്ടു. അവർ ബഹളം വയ്ക്കുകയും ക്യാബിൻ ക്രൂ പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്തിച്ചേരുകയും ചെയ്തു. തുടർന്ന് യാത്രക്കാരും ക്യാബിൻ ക്രൂവും ജംഷീറിനെ കയറി പിടിച്ചു. എന്നാൽ ക്യാബിൻ ക്രൂവിനെ ഇയാൾ ഭീഷണിപ്പെടുത്തി. കൊന്നുകളയുമെന്നാണ് ഇയാൾ ക്യാബിൻ ക്രൂ അടക്കമുള്ളവരോട് പറഞ്ഞത്. വിമാനത്തിലുണ്ടായിരുന്ന ക്യാബിൻ ക്രൂവും മറ്റ് യാത്രക്കാരും ചേർന്ന് പിന്നീട് ഒരുവിധം ഇയാളെ ബലമായി പിടിച്ചുമാറ്റി. വിമാനത്തിനുള്ളിൽ വെച്ച് മറ്റൊരു യാത്രക്കാരൻ ചിത്രീകരിച്ച വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തു. ഒടുവിൽ രാത്രി 11:10 വിമാനം കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലെത്തി. പിന്നാലെ ബാറ്റിക് എയർലൈൻസ് സെക്യൂരിറ്റി ഇൻചാർജ് ബിന്ദു മോഹൻ നായർ പരാതി നൽകി. തുടർന്നാണ് നെടുമ്പാശ്ശേരി പോലീസ് എത്തി ജംഷീറിനെ കസ്റ്റഡിയിലെടുത്തത്. വിമാനത്തിനുള്ളിൽ പ്രകോപനപരമായ യാതൊരുവിധ സാഹചര്യവും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ജംഷീർ എമർജൻസി വാതിൽ തുറക്കാനുള്ള ശ്രമം നടത്തിയത്? ഒറ്റയ്ക്കാണ് ജംഷീർ യാത്ര ചെയ്തത്. ഇയാളുടെ പശ്ചാത്തലമടക്കം പോലീസ് പരിശോധിക്കുന്നു. തിരിച്ചും മറിച്ചും ജംഷീറിനോട് നെടുമ്പാശ്ശേരി പോലീസ് ചോദ്യങ്ങൾ ആവർത്തിച്ചു. ആ നിമിഷം അങ്ങനെ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് താൻ എമർജൻസി വാതിലിനടുക്കലേക്ക് ചെന്നതും പെട്ടെന്ന് വാതിൽ തുറക്കാൻ ശ്രമിച്ചതും. ഇതാണ് ജംഷീർ പോലീസിന് കൊടുക്കുന്ന മറുപടി. തൻ്റെ നവജാത ശിശുവിനെ കാണാൻ വീട്ടിലേക്ക് വരികയായിരുന്നു ജംഷീർ. കൂടുതൽ ചോദ്യം ചെയ്തിട്ടും ഇയാൾ ഇതുതന്നെ പറഞ്ഞു വയ്ക്കുന്നു. വിമാനത്തിലെ ക്യാബിൻ ക്രൂ ഇപ്പോൾ മലേഷ്യയിലേക്ക് മടങ്ങി. പിന്നീട് അവരുടെ മൊഴി രേഖപ്പെടുത്തുമെന്ന് പോലീസ് പറയുന്നു. സഹയാത്രികരിൽ ചിലരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. സിവിൽ ഏവിയേഷൻ സുരക്ഷാ നിയമത്തിന്റെ പരിധിയിലാണ് ഇപ്പോൾ ഈ കുറ്റകൃത്യം. വളരെ ഗുരുതരമായ വകുപ്പുകളാണ് ജംഷീറിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ക്രിമിനൽ ഭീഷണി, ഔദ്യോഗിക സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെടൽ, പൊതുജന സുരക്ഷയെ അപകടപ്പെടുത്തൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മലേഷ്യയിലെ ഹോസ്പിറ്റാലിറ്റി മേഖലയിലാണ് ജംഷീർ ജോലി ചെയ്യുന്നത്. നാട്ടിലേക്കൊരു യാത്രയിലായിരുന്നുവെന്ന് ഇയാൾ പോലീസിനോട് പറയുന്നു. വിമാനയാത്രയിൽ ചില മാനസിക വിഭ്രാന്തികൾ മനുഷ്യർ കാട്ടാറുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നത്. സീൽ ചെയ്ത ഒരു ലോഹ ട്യൂബിനുള്ളിൽ നിലത്ത് നിന്ന് 35,000 അടി ഉയരത്തിൽ പറക്കുന്നത് നമ്മുടെ മനസ്സിൽ വിചിത്രമായ കാര്യങ്ങൾ സൃഷ്ടിക്കും. മാനസികാവസ്ഥയിൽ പലവിധ മാറ്റങ്ങൾ വരുത്തും. എന്നാൽ ജംഷീറിൻ്റെ മാനസികാവസ്ഥയിലുണ്ടായ മാറ്റങ്ങളാണോ അതോ മറ്റെന്തെങ്കിലും നിരാശയാണോ ഈ പ്രവൃത്തിക്ക് പിന്നിൽ? ആത്മഹത്യ ചെയ്യാൻ യാതൊരുവിധ ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ നിമിഷം തനിക്ക് എന്തൊക്കെയോ മനസ്സിൽ തോന്നി എന്ന് ജംഷീർ പോലീസിനോട് പറയുന്നു. ആകാശത്തിൻ്റെ ഉയരത്തിൽ പറക്കുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്ന രീതി മാറുമെന്നും കൂടുതൽ സങ്കീർണമായ മാനസികാവസ്ഥ ചിലരിൽ സൃഷ്ടിക്കപ്പെടുമെന്നും മാനസിക വിദഗ്ധർ പറയുന്നു. ആരോഗ്യമുള്ള ആളുകൾക്ക് ഇത് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നില്ല. എന്നാൽ വിമാനയാത്ര ഇപ്പോൾ വില കുറഞ്ഞതും കൂടുതൽ ജനപ്രിയവുമായി മാറി. ഒരുപാട് ആളുകൾ വിമാനയാത്ര ചെയ്യുകയും ചെയ്യുന്നു. മനുഷ്യർക്ക് അനുയോജ്യമായ സ്ഥലങ്ങളാണ് വിമാന ക്യാബിനുകൾ എന്നതിൽ സംശയമില്ല. എന്നാൽ ചിന്തിക്കണം, 8,000 അടി ഉയരമുള്ള ഒരു പർവ്വതത്തിൻ്റെ മുകളിലുള്ളതിന് സമാനമായ വായുമർദ്ദമുള്ള അന്തരീക്ഷം. ലോകത്തിലെ ഏറ്റവും വരണ്ട മരുഭൂമികളെ അപേക്ഷിച്ച് ഈർപ്പം കുറവ്. ക്യാബിനിലേക്ക് പമ്പ് ചെയ്യുന്ന വായു 10 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ തണുപ്പിച്ച് വിമാനത്തിലെ എല്ലാ ബോഡികളും ഇലക്ട്രോണിക്സും സൃഷ്ടിക്കുന്ന അധിക താപം നീക്കം ചെയ്യുന്നു. വിമാന സർവീസുകളിൽ വായുമർദ്ദം കുറയുന്നത് യാത്രക്കാരുടെ രക്തത്തിലെ ഓക്സിജൻ അളവ് 6 മുതൽ 25% വരെ കുറയ്ക്കും. താരതമ്യേന നേരിയ അളവിലുള്ള ഹൈപ്പോക്സിയ, അതായത് ഓക്സിജന്റെ കുറവ്, വ്യക്തമായി ചിന്തിക്കാനുള്ള നമ്മുടെ കഴിവിനെ ബാധിക്കുമെന്നാണ് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. 12,000 അടി മുകളിലുള്ള ഉയരത്തിന് തുല്യമായ ഓക്സിജൻ അളവിൽ ആരോഗ്യമുള്ള മുതിർന്നവരുടെ ഓർമ്മശക്തിയിൽ കണക്കുകൂട്ടലുകൾ നടത്താനും തീരുമാനങ്ങൾ എടുക്കാനുമുള്ള അവരുടെ കഴിവിൽ അളക്കാവുന്ന മാറ്റങ്ങൾ ഇത് സൃഷ്ടിക്കും. ഇതുകൊണ്ടാണ് ക്യാബിൻ വായുമർദ്ദം 12,500 അടിയിൽ കൂടുതൽ ഉയരത്തിന് തുല്യമാണെങ്കിൽ പൈലറ്റുമാർ സപ്ലിമെന്ററി ഓക്സിജൻ മാസ്കുകൾ ധരിക്കണമെന്ന് വ്യോമയാന ചട്ടങ്ങൾ നിർബന്ധിക്കുന്നത്. പനിയോ മറ്റെന്തെങ്കിലും അസുഖമോ ഉള്ളവരിൽ
ഹൈപ്പോക്സിയ ഓക്സിജൻ സാച്ചുറേഷൻ കൂടുതൽ കുറയ്ക്കും. വിമാനയാത്രയ്ക്കിടയിൽ അനുഭവപ്പെടുന്ന ഈ ഹൈപ്പോക്സിയ നമ്മുടെ തലച്ചോറിൽ മറ്റെളുപ്പത്തിൽ തിരിച്ചറിയാവുന്ന പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. വിമാനത്തിനുള്ളിലെ വരണ്ട വായു നമ്മുടെ ഗന്ധം തിരിച്ചറിയാനുള്ള കഴിവിനെ വളരെയധികം നഷ്ടപ്പെടുത്തും. ഭക്ഷണത്തിന്റെ രുചി മങ്ങുകയും ചെയ്യും. പല വിമാന കമ്പനികളും വിമാനയാത്രക്കിടയിൽ വിളമ്പുന്ന ഭക്ഷണത്തിൽ അമിതമായി മസാലകൾ ഉപയോഗിക്കാനുള്ള കാരണം അതാണ്. ഹൈപ്പോക്സിയ മൂലം ഉത്കണ്ഠയുടെ അളവ് വർദ്ധിക്കും. ജംഷീറിന് സംഭവിച്ചത് ആരോഗ്യപരമായ പ്രശ്നമാണോ അതല്ല മറ്റെന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളാണോ? പോലീസ് കസ്റ്റഡിയിലുള്ള ജംഷീർ കടുത്ത നിയമ നടപടികൾക്ക് വിധേയനാവണം. എന്നാൽ മറുവശത്ത് ഇയാൾക്ക് എന്തു സംഭവിച്ചു എന്നതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ പഠനം ആവശ്യമാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഇത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരിക്കുന്നു. കേരളത്തിലെ കൊച്ചിയിലേക്കുള്ള വിമാനയാത്രക്കാരൻ, അതും നമ്മുടെ കൂട്ടത്തിലുള്ളൊരു മലയാളി, വിമാനത്തിൻ്റെ എമർജൻസി വാതിൽ തള്ളി തുറക്കാൻ യാത്രാമധ്യേ ശ്രമിച്ചു എന്ന വാർത്ത. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.